രാഷ്ട്രചരിത്രം വായിച്ചാൽ താഴ്ന്നിരിക്കുന്ന ശിരസ്സുകൾ പോലും അറിയാതെ ഉയർന്നു പോകുന്ന ഇന്ത്യൻ വികാരം ഒരു തിരമാല കണക്കെ ഹൃദയങ്ങളിൽ ആഞ്ഞടിക്കുന്ന ആവേശത്തിന്റെ അധ്യായമാണ്. അന്നുയർന്ന സമരങ്ങളെ, ചോരയിൽ മുഖ്യ കൂട്ടക്കൊലകളിൽ ഗതികെട്ട് കിഴക്കൻ പാകിസ്ഥാന്റെ ജനം ആയുധം കയ്യിലേന്തിയ കാലമാണ്. ആ കൈകൾക്ക് രാജ്യം പിന്തുണ കൊടുത്ത കാലമാണ്. മുക്തിബാഹിനി ആ മിലിറ്ററി ജുണ്ടയോട് പോര് കുറിച്ച കാലം, ഈ രാഷ്ട്രത്തിന്റെ സേന ധാക്ക വളഞ്ഞ കാലം, ബംഗ്ലാദേശ് യുദ്ധകാലമാണ്. അന്ന് അന്ധമായ ഇന്ത്യ വിരോധത്തിൽ അമേരിക്ക, പാകിസ്ഥാൻ പക്ഷപാതികൾ. ഒരു സായാഹ്നത്തിൽ നിക്സന്റെ വൈറ്റ് ഹൗസിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. വിരട്ടാണ്. യാഹ്യാ ഖാനെതിരെ ആയുധമെടുത്ത ഭാരതം അതങ്ങ് താഴെ വെക്കണം, ഇല്ലെങ്കിൽ വരും തീർത്തു കളയാൻ ഞങ്ങളുടെ 7ാം കപ്പൽപ്പട. ഓർക്കണം, അന്ന് മൈറ്റി അമേരിക്കൻ 7th ഫ്ലീറ്റ് എന്ന് കേട്ടാൽ സോവിയറ്റ് റഷ്യയ്ക്ക് ഒഴിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക്, ആയുധ തമ്പ്രാക്കൾക്ക് പോലും മുട്ടുവിറക്കുന്ന സമഗ്രാധിപത്യ കാലമെങ്കിലും ആർജവത്തോടെ കേട്ടു ഒരു ശബ്ദം: പാകിസ്ഥാനെ പിന്തുണയ്ക്കലോ പിന്തുണയ്ക്കാതിരിക്കലോ നിങ്ങളുടെ രാജ്യധർമ്മം. പക്ഷേ അനുവാദം കൂടാതെ ഈ രാഷ്ട്രത്തിന്റെ സമുദ്രാതിർത്തി കടന്നാൽ ഏത് കൊമ്പത്തെ കൊടികെട്ടിയ കപ്പൽപ്പടയാണെങ്കിലും ആ പടയും അതിലെ പട്ടാളവും ജീവനോടെ തിരിച്ചു പോകണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ലോക പോലീസെ പേടിപ്പിക്കല്ലേ. അധികാരക്കുന്നിൽ ഉയർന്നതാണ് വിറയ്ക്കാത്തൊരു ദുർഗാ ശബ്ദം. പേര് ഇന്ദിരാഗാന്ധി. 7ാം കപ്പൽപ്പട, 7ാം കൂലിക്കണക്ക് നങ്കൂരമിട്ടതും അമീർ ഖാൻ നിയാസിയുടെ കൂട്ടക്കീഴടങ്ങലും ആ രാജ്യത്തിന്റെ പിറവിയുമൊക്കെ കേവല ചരിത്രമല്ല, അത് അജയ്യ ഭാരത ദൃഷ്ടാന്തങ്ങളാണ്. അന്ന് സാക്ഷാൽ റിച്ചാർഡ് നിക്സന്റെ മൂക്കിന് നേർക്ക് ചൂണ്ടുവിരൽ ചൂണ്ടിയ ഒരു രാജ്യത്തിന്റെ പിന്മുറ പൗരന്മാരെ അറവുശാലയിലെ കാട്ടിത്തെളിക്കുന്ന കാലിക്കൂട്ടം കണക്കെ കയ്യും കാലും കെട്ടി പഞ്ചാബിൽ കൊണ്ട് തള്ളിയ കാഴ്ച കാണാവതല്ലത് ക്ഷതമാണ്, മുറിവാണ്. ശരിയാണ്, ഏത് ശാന്ത മനോഹര ജീവിത സ്വപ്നം കണ്ടാണെങ്കിലും രേഖകളില്ലാത്തൊരു കുടിയേറ്റം തെറ്റാണ്, സമ്മതിക്കുന്നു. പക്ഷേ യുദ്ധവിമാനത്തിൽ ബന്ദികളാക്കി ആട്ടിത്തെളിക്കാൻ അവർ ഗോൾഡി ബ്രാർ കണക്ക് മാഫിയ തലവന്മാരല്ല, മയക്കുമരുന്ന് ബലാത്സംഗികളല്ല. അവർ ഗുജറാത്തികളാണ്, പഞ്ചാബികളാണ്, ഹരിയാനക്കാരാണ്, ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ്, ഞങ്ങളുടെ കൂടപ്പിറപ്പുകളാണ്. മര്യാദ വേണം. ഒരു 40-കാരൻ ഹർവിന്ദർ സിംഗ് 40 മണിക്കൂറിന് നരകയാത്ര പറയലാണ്. മൂത്രമൊഴിക്കാനെങ്കിലും കൈവിലം കഴിക്കുന്ന പട്ടാളക്കാരാ എന്ന് കെഞ്ചേണ്ടി വരുന്നത് ഗതികേടിന്റെ പരമാവധി. അമേരിക്കൻ നയമാണെന്നൊരു കേന്ദ്രമന്ത്രിയുടെ കൊട്ടത്താപ്പ് ന്യായം ഇന്ത്യക്കാരന്റെ കാലുകൾ കൂട്ടിക്കെട്ടിയ കൂച്ചുവിലങ്ങിന്, അവഹേളനത്തിന് മറുപടിയാണോ? ആഴ്ചയൊന്നപ്പുറം അമേരിക്കയിലേക്ക് ട്രംപിനെ കാണാൻ പറക്കുന്ന പ്രധാനമന്ത്രി. രാഷ്ട്രത്തിന്റെ വേദന, രാജ്യത്തിന്റെ വിയോജിപ്പ് താങ്കളോട് പറയണം. മോഡി അത് പറഞ്ഞാലുമില്ലെങ്കിലും ആ കെട്ടകാഴ്ച കണ്ട് വേദനിച്ച് ഈ മഹാരാജ്യത്തിന്റെ മനസാക്ഷി മൗനമായെങ്കിലും ഉറക്കത്തന്നെ പറയുന്നുണ്ട്: ലോക പോലീസെ, അങ്കിൾ സാമെ, നിന്റെ ധാർഷ്ട്യം, നിന്റെ മുഷ്ക് ഇന്ത്യക്കാരന്റെ നെഞ്ചത്ത് വേണ്ട. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം.